പുറത്തു കൊടുക്കാനുള്ള കഴിവ് വേണം. അത് ചെറിയൊരു കഴിവൊന്നുമല്ല സഹോദരങ്ങളെ. പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്, പ്രാക്ടിക്കലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലക്കുള്ള സ്വഭാവ രൂപഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മിൽ കുടികൊള്ളുന്നത്. ഖുദിൽ അഫ്വ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. കുടുംബ ദമ്പതികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. എപ്പോഴും ആവർത്തിച്ച് ഓരോ ദിവസവും ആ ഹദീസ് അങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ മതി. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ആ ഹദീസ് അങ്ങനെ ഓതിയിട്ട് അർത്ഥം അങ്ങനെ വെക്കുക. ഒരു കുടുംബനാഥനും കുടുംബിനിയെ വെറുക്കരുത്. ഒരു ഇണയും മറ്റൊരു ഇണയെ വെറുക്കരുത്. എന്തെങ്കിലും ഒരു സ്വഭാവം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ മനസ്സിൽ വലിയ തൃപ്തിയുള്ളതായി കിട്ടും. ആ തൃപ്തിയുള്ളത് വേറെ പലതും നല്ലതാണെന്ന് കരുതുന്ന ആൾക്കാർക്ക് ഉണ്ടാകൂല. അപ്പൊ കുടുങ്ങിപ്പോകും. ആ തൃപ്തിയുടെ പിന്നിൽ നിന്നിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. ഏതൊരാണിനെ പെണ്ണിനെ സ്വീകരിച്ചാലും ഈ തല ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ഒരു സ്വഭാവം ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു പോരായ്മ ഉള്ളത്, പക്ഷെ പരിഹരിക്കാൻ അപ്പുറത്ത് ഇഷ്ടം പോലെയുണ്ട്.